ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ന്യൂട്രിയൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ചെടികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പ്രത്യേകതരം ന്യൂട്രിയൻസും അതിന്റെ സോഴ്സസും പട്ടികപ്പെടുത്തിയിരിക്കുന്ന ടേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. വളരെ കൃത്യമായി പഠിക്കണം. സോഴ്സസും ന്യൂട്രിയൻസും വളരെ വ്യക്തമായി തന്നെ പഠിക്കാം. എയറിൽ നിന്ന് ലഭിക്കുന്ന ന്യൂട്രിയൻസ് കാർബണും ഓക്സിജനും എയറിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് വാട്ടറിൽ നിന്ന് കിട്ടുന്നത് നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനുമാണ്. എന്നാൽ സോയിലിൽ നിന്ന് മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും വ്യത്യസ്തമായി പഠിക്കണം. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ചെടികൾക്ക് വളരെ കുറച്ചളവിൽ മാത്രം വേണ്ട ന്യൂട്രിയൻസ് മൈക്രോ ആകുമ്പോൾ, മാക്രോ എന്ന് പറയുമ്പോൾ കൂടുതലായി ലഭ്യമാവേണ്ട ന്യൂട്രിയന്റ് ആണ്. മാക്രോ പറയുമ്പോൾ ആദ്യം NPK ഓർമ്മിക്കുക, നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം, നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം. അപ്പോൾ തന്നെ നിങ്ങൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം മഗ്നീഷ്യം എന്നുള്ളതാണ്. മഗ്നീഷ്യം എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പൊ മഗ്നീഷ്യം മാക്രോയിൽ വരുമ്പോൾ ഉടനെ ചിന്തിക്കുക മൈക്രോയിൽ മാംഗനീസ്. മൈക്രോയിൽ എന്താണ്? മാംഗനീസ്. അപ്പൊ മറ്റൊരു എമ്മിൽ തുടങ്ങുന്ന മോളിബ്ഡിനവും മൈക്രോയിൽ നിങ്ങൾ പഠിക്കണം. ഇവിടെ മാംഗനീസ് പഠിക്കുമ്പോൾ മോളിബ്ഡിനം കൂടി പഠിക്കുക. പിന്നെ മാക്രോയിൽ വരുന്ന കാൽസ്യം സൾഫർ, CS എന്ന് ആലോചിക്കുക, കാൽസ്യം സൾഫർ. എന്നാൽ ഇപ്പുറം മൈക്രോയിൽ വരുമ്പോൾ ബോറോണ്, കോപ്പർ, അയേണ്, ക്ലോറിൻ. ഇത്രയുമാണ് മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും മറ്റു ന്യൂട്രിയൻസും. കൃത്യമായി പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.